ഫിഫ വേൾഡ് റാങ്കിലെ രണ്ടാമത്തെ കരുത്തരായ സ്പെയിനിനെ വിറപ്പിച്ച ആ 40-കാരൻ വൻമതിൽ. അതെ, കേപ്പ് വെർഡിയുടെ ഗോൾ കീപ്പർ ബൊസീഞ്ഞ. പ്രായം വെറുമൊരു നമ്പറാണെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ പ്രായത്തെ വെല്ലുവിളിച്ച് ഒരു രാജ്യം മുഴുവൻ നെഞ്ചിലേറ്റിയ ഒരു 40-കാരൻ സൂപ്പർമാന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫുട്ബോൾ ലോകത്തെ വമ്പന്മാരായ സ്പെയിൻ ടീം അടിച്ചു കയറ്റി 27 വെടിയുണ്ടകളാണ് അയാൾ ഒരൊറ്റ മത്സരത്തിൽ തടുത്തിട്ടത്. കിരീടം നേടാൻ വന്ന സ്പാനിഷ് പടയെ കേപ്പ് വെർഡി എന്ന കൊച്ചു രാജ്യം ഗോളില്ലാ സമനിലയിൽ പൂട്ടിയപ്പോൾ ലോകം മുഴുവൻ തിരഞ്ഞത് ആ ഒരൊറ്റ പേരാണ്, ബൊസീഞ്ഞ. നിങ്ങൾ വിചാരിക്കും ഇതൊരു സാധാരണ സമനിലയാണെന്ന്. എന്നാൽ ഈ മത്സരത്തിന്റെ ആരും പറയാത്ത ചില ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. സ്പെയിൻ താരങ്ങൾ കേപ്പ് വെർഡിയുടെ ഗോൾ വല ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട ഷോട്ടുകളിൽ 7 എണ്ണവും കടുത്ത ലക്ഷ്യത്തിലേക്കായിരുന്നു. അതിൽ 16 ഷോട്ടുകൾ പെനാൽറ്റി ബോക്സിന് ഉള്ളിൽ നിന്നുള്ളവയും 11 ഷോട്ടുകൾ ബോക്സിന് വെളിയിൽ നിന്നുള്ളവയുമായിരുന്നു. അവിടെയാണ് ബൊസീഞ്ഞ എന്ന ഈ വെറ്ററൻ ഗോൾ കീപ്പർ 3 തവണ അവിശ്വസനീയമാം വിധം ഡൈവ് ചെയ്ത് പന്ത് തട്ടി അകറ്റിയത്. 15 തവണയാണ് സ്പാനിഷ് മുന്നേറ്റ നിരയുടെ കാലുകളിൽ നിന്ന് അയാൾ പന്ത് തട്ടിയെടുത്ത് സ്വന്തമാക്കിയത്. അതിലും വലിയ അത്ഭുതം എന്താണെന്ന് അറിയാമോ? ആ മത്സരത്തിൽ കേപ്പ് വെർഡിയുടെ പ്രതിരോധ നിരയിലുള്ള മറ്റ് കളിക്കാരെക്കാൾ കൂടുതൽ തവണ പന്ത് തൊട്ടത് ഈ ഗോൾ കീപ്പറാണ്. അവരുടെ ഡിഫൻഡർ ഡീനെ ജോർജ് കഴിഞ്ഞാൽ ടീമിൽ ഏറ്റവും കൂടുതൽ പന്ത് കൈകാര്യം ചെയ്തത് ബൊസീഞ്ഞയാണ്. ആരാണ് യഥാർത്ഥത്തിൽ ബൊസീഞ്ഞ? ഫുട്ബോൾ ലോകത്തിന് അയാൾ ബൊസീഞ്ഞയാണെങ്കിലും അയാളുടെ യഥാർത്ഥ പേര് ജോസിമർ ഡിയാഷ് എന്നാണ്. പോർച്ചുഗലിലെ 2ാം നിര ലീഗായ ലീഗ് പോർച്ചുഗൽ 2-ൽ കളിക്കുന്ന ഷാവേസ് എന്ന ക്ലബിലെ സാധാരണക്കാരനായ ഒരു കീപ്പർ. അവിടെയും തീർന്നില്ല കേപ്പ് വെർഡിയുടെ ഈ നായകന്റെ ചരിത്രം. ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ 2ാമത്തെ താരം എന്ന അപൂർവ റെക്കോർഡും ഈ 40-കാരൻ ബൊസീഞ്ഞ സ്വന്തം പേരിൽ കുറിച്ചിരിക്കുകയാണ്. 2018-ൽ 45-ാം വയസ്സിൽ ലോകകപ്പിൽ അരങ്ങേറിയ ഈജിപ്ഷ്യൻ ഇതിഹാസ ഗോൾ കീപ്പർ എസാം അൽ ഹാദരി മാത്രമാണ് ഇനി ബൊസീഞ്ഞയ്ക്ക് മുന്നിലുള്ളത്. ഇന്നലത്തെ ഒരൊറ്റ പ്രകടനം കൊണ്ട് മാത്രം 40,000 ഫോളോവേഴ്സിൽ നിന്ന് 6 ലക്ഷം ഫോളോവേഴ്സിൽ എത്തിയിരിക്കുകയാണ് ഈ 40-കാരന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ആഫ്രിക്കയിൽ നിന്നുള്ള 5 ലക്ഷത്തിൽ പരം ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു രാഷ്ട്രം അരങ്ങേറ്റത്തിൽ തന്നെ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഫുട്ബോൾ ലോകം അമ്പരന്ന് പോയ നിമിഷം. കിരീടം നേടാൻ ഏറ്റവും സാധ്യത കൂടുതൽ കൽപ്പിക്കുന്ന സ്പെയിനിനെ ലോകകപ്പ് അരങ്ങേറ്റത്തിൽ തന്നെ കേപ്പ് വെർഡി എന്ന കൊച്ചു രാജ്യം എങ്ങനെയാണ് തളച്ചിട്ടത്? അവസാന നിമിഷം വരെ ആ സ്പാനിഷ് പടയെ കൂച്ചുവലങ്ങിട്ട് നിർത്തി. അവർ ഗോൾ വഴങ്ങാതെ പിടിച്ചെടുത്തത് ഒരു സമനിലയല്ല, വിജയത്തോളം പോന്ന ഒരു ചരിത്രമാണ്. സ്വന്തം ഗോൾ മുഖത്ത് അതിക്രമിച്ച് കയറാൻ എതിരാളികളെ അനുവദിക്കാതെ അവരുടെ കോച്ച് ഉപയോഗിക്കുക ഒരു മാരക തന്ത്രം. അതെ, ഫുട്ബോൾ ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ബസ് പാർക്കിംഗ് തന്ത്രം. അതിനു മുന്നിൽ സ്പെയിനിന് മറുപടി ഉണ്ടായിരുന്നില്ല. 2ാം പകുതിയിൽ ലമീൻ യമാലും ഡാനി ഒൽമോയും നിക്കോ വില്യംസും ഒക്കെ പകരക്കാരായി ഇറങ്ങിയിട്ടും ആ പൂട്ടുഭേദിക്കാൻ സ്പെയിനിന് കഴിഞ്ഞില്ല. കേപ്പ് വെർഡിയുടെ ഗോൾ മുഖം ലക്ഷ്യമാക്കി സ്പെയിൻ താരങ്ങൾ തൊടുത്തത് 27 ഷോട്ടുകളാണ്. അതിൽ 7 എണ്ണവും ഓൺ ഗോൾ ടാർഗറ്റ് ആയിരുന്നിട്ടും ആ 40-കാരൻ ഗോൾ കീപ്പർ ബൊസീഞ്ഞയുടെ മുന്നിൽ എല്ലാം തകർന്നു പോയി. ആദ്യ പകുതിയിൽ തുടരെ 4 തവണയാണ് ബൊസീഞ്ഞ ടീമിന്റെ സൂപ്പർമാനായി രക്ഷകനായത്. 75% പന്തവകാശം ഉണ്ടായിരുന്നിട്ടും ഫിനിഷിംഗിലെ പോരായ്മ കാരണം സ്പെയിനിന് വലിയ വില നൽകേണ്ടി വന്നു.